എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല പടം. ആക്ഷൻ ഒക്കെ നല്ല പടമായിരുന്നു. പിന്നെ പൃഥ്വിരാജിനും ഈക്വൽ റോൾ കിട്ടിയിരുന്നു, നല്ല റോൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആക്ഷൻ സീക്വൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? ആക്ഷൻ തകർത്തു, ക്യാമറ ഒരു രക്ഷയില്ല. ആൻഡ് അതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് ബിൽഡിംഗ് ഇസ് മാർവലസ്. രക്ഷയില്ല, നല്ല പടമാണ്. ഫസ്റ്റ് വാച്ചാണ്. പാർട്ട് 2 വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ആൾക്കാർ കണ്ടിരിക്കണം. പൃഥ്വിരാജിന് അഭിനയം ഒരു രക്ഷയില്ല, പാൻ ഇന്ത്യൻ ലെവൽ അഭിനയമാണ്. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല, വാക്കുകൾ കിട്ടുന്നില്ല, അത്രയും നല്ല പടമാണ്. ആക്ഷന്, ത്രില്ലർ, BG എഡിറ്റിംഗ് എല്ലാം മാസം, ഒന്നും പറയില്ല. നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, എല്ലാം പോസിറ്റീവാണ്. KGF കൂടുതൽ വേണമെങ്കിൽ പറയാം. KGF കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ഉണ്ട്. ഫസ്റ്റ് വാച്ച് പടമാണ്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? KGF സ്റ്റൈലാണോ? എങ്ങനെ പൃഥ്വിരാജിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ആക്ഷൻ രംഗങ്ങളൊക്കെ എങ്ങനെയുണ്ട്? രംഗങ്ങളെല്ലാം KGF കണ്ടതിന്റെ ഒരു ഹാങ് ഓവർ ഉള്ളതുകൊണ്ട് പൃഥ്വിരാജ് നല്ല പടമാണ്. പിന്നെ അതിനകത്ത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ റോള് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫിലും പൃഥ്വിരാജ് പ്രഭാസും തമ്മിലുള്ള റോളും ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുമാണ് പിന്നെ മെയിനായിട്ട് തീം. ഇതൊരു പിന്നെ നമ്മൾ KGF അത്ര പെടുത്തില്ലെങ്കിലും ഇതൊരു വേറെ തീം ഓഫ് സ്റ്റോറിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവസാനം ഒരു ക്ലൈമാക്സ്, ഒരു ട്വിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു പടമാണ്. പിന്നെ പ്രഭാസിൻ്റെ ഒരു കമ്പാക്കിന് പറയാം, കാരണം വെച്ചാൽ ഇതിലും പറയും പ്രഭാസിൻ്റെ ഇപ്പോൾ പറഞ്ഞാൽ ആദ്യ വിഷയം അത് ശരിയായിട്ടില്ല. ഇതൊരു നല്ലൊരു മൂവിയാണ്. കാരണം പ്രശാന്തിൻ്റെ ഒരു KGF നല്ലൊരു മൂവിയാണ്. കാരണം ഇനി സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പറയാൻ പറ്റും. കാരണം ഫസ്റ്റ് പാർട്ട് അതിൻ്റെ സോ ഫാർ സോ ഗുഡാണ്. ആക്ഷൻ ഉണ്ട്, പക്ഷേ ഈ വയലൻസ് ആണ് കുറേ ഉള്ളത്. കാരണം ആക്ഷനേക്കാൾ ഇപ്പോൾ വയലൻസ് ഒത്തിരിണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ആക്ഷനേക്കാളും ഇഷ്ടം വയലൻസ് ആണ്. ആക്ഷൻ കുറച്ച് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ആക്ഷൻ കുറച്ച് ഓവറാണ്, പക്ഷേ അത്ര വലിയ സംഭവം ബോറുമില്ല ആക്ഷൻ. അതിൻ്റെ പ്രഭാസിനോട് കമ്പാക്ക് എന്ന് പറയാം. സെക്കൻഡ് ഹാഫിൽ പൃഥ്വിരാജും പ്രഭാസും ഒരുമിച്ചുള്ള അതൊരു സെക്കൻഡ് ഹാഫിൽ പ്രഭാസ് ഷോ ആണ് മൊത്തം സെക്കൻഡ് ഹാഫിൽ. അവിടെ നല്ല മൂവിയാണ്, നമുക്ക് സ്വന്തം കണ്ടിരിക്കാൻ പറയാനുള്ള അടിപൊളി കേട്ടോ. എന്ന് വെച്ചാൽ പ്രതീക്ഷയേക്കാൾ അടിപൊളി. ശകല ലാഗ് തോന്നിയായിരുന്നു ഇടയ്ക്ക്, പക്ഷേ അവസാനം ആയപ്പോഴത്തേക്കും KGF ലെവലിലേക്ക് തന്നെ ഇവിടെ ഭയങ്കര വയലൻസ് ആണ്. എന്ന് വെച്ചാൽ അത്രയും എന്ന് വെച്ചാൽ ചോരപ്പുഴ ഒഴുകും, അതുപോലെയാണ് അവസാന സീനിൽ പൃഥ്വിരാജ് കയറി തകർന്നു. പ്രവാസം മോശമൊന്നല്ല, എന്നാൽ പൃഥ്വിരാജും ഒത്താടിന് പോയിട്ടുണ്ട്. BGM അടിപൊളി. അംബർവിൻ്റെ ആക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. വേറൊരു യൂണിവേഴ്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതുപോലെ പുള്ളി അത് വിജയിച്ചു. ഏതായാലും അടുത്ത ഭാഗത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു.